ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹം തോന്നുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഒരിക്കലും ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആള് എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു മാജിക്കിലൂടെ ഒന്നും അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ സ്നേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരാളെ കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഒരാളെ അട്രാക്ട് ചെയ്യിക്കാൻ കഴിയും. അതിന് സൈക്കോളജിക്കലി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം ബി കോൺഫിഡൻറ്റ് നോട്ട് ഡിസപ്പറേറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ ഒരു കോൺഫിഡൻസും ഇല്ലാണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പേടിച്ചിട്ട് അവരെ കാണുമ്പോൾ നമ്മൾ ഓടി ഒളിക്കുക ഈ രീതിയിലൊക്കെ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഉണ്ടാകുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്നെ കെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കണം, നീ എന്നോട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ വാശി പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ ഇങ്ങോട്ട് അവരുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ അവരെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെ ഒരാൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി അവരിലേക്ക് വലിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നില്ല. ഇനി എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് പോവാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിൽഡ് ഇമോഷണൽ കണക്ഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കാതെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോവാതെ നിങ്ങൾ ഇങ്ങനെ ദൂരെ മാറി നിന്ന് അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് അത് ഓക്കെ ആവോ ഇല്ലേ എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഈവൻ നിങ്ങൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളും അവരും തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് രണ്ട് മനുഷ്യന്മാരുടെ ഇടയിൽ വരുന്ന ഒരു കണക്ഷനാണ്. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയുന്നു, നിങ്ങളുടെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നു, അതുപോലെ നിങ്ങളുടെ വൾണറബിൾ ആയിട്ടുള്ള സൈഡ് അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി എങ്കിൽ പോലും വൾണറബിൾ ആയിട്ടുള്ള സൈഡ് അവരോട് എക്സ്പ്രസ് ചെയ്യുന്നു, നിങ്ങളുടെ ബലഹീനതകൾ പറയുന്നു, അതുപോലെ അവരുടെ കാര്യങ്ങൾ പറയുന്നു, അവരുടെ വിഷമങ്ങൾ പറയുന്നു. ഈ രീതിയിലുള്ള കോൺവെർസേഷൻ നമ്മളുടെ ലൈഫിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ എപ്പോഴും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്നും മാറി നിന്ന് അയാളെ സ്നേഹിക്കാതെ അയാളിലേക്ക് ഇറങ്ങി സ്നേഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് ഒരു ചെറിയ സൈക്കോളജിക്കൽ ട്രിക്കാണ് സിമിലാരിറ്റി ക്രിയേറ്റ് അട്രാക്ഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ അവരോട് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവർ നമ്മളെ തിരിച്ച് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഒരു സിമിലാരിറ്റി വരും. അത് സൈക്കോളജിക്കലി ആ ഒരു വ്യക്തിക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നാൻ കാരണമാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ബ്ലാക്ക് കളർ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടും ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വിയർ ചെയ്യുന്നത് ബ്ലാക്ക് കളർ ചുരിദാർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിട്ടുള്ള സാരി ഈ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനോട് സിമിലർ ആയിട്ട് ബ്ലാക്ക് കളർ ഷർട്ട് അതേപോലെ ബ്ലാക്ക് കളർ ടീഷർട്ട്സ് ഒക്കെ വിയർ ചെയ്യുന്ന സമയത്ത് അത് അതിന് സിമിലർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്റൻഷനലി ആണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. അപ്പൊ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അവരത് നോട്ട് ചെയ്യും, എന്നെ പോലെയാണല്ലോ അയാളും ഡ്രസ്സ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സംഭവം. ഇതിപ്പോ ജസ്റ്റ് ഡ്രസ്സിങ്ങിന്റെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. നോർമലി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഈ ഒരു നമ്മൾ മിറർ ചെയ്യാന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ അവരുടെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ ഇതുപോലെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവര് നമ്മളെ നോട്ടീസ് ചെയ്യാൻ അതൊരു കാരണമാവും. ഇനി നാലാമത്തെ കാര്യം ഗിവ് ദം സ്പേസ്. അതായത് ഇപ്പൊ നമുക്ക് അവരെ ഇഷ്ടമാണ്, അപ്പോൾ അവരുടെ ബൗണ്ടറീസിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അവരെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കടന്നു ചെല്ലാനുള്ള ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ബൗണ്ടറീസിനെയും അവരുടെ പേഴ്സണൽ സ്പേസിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ അവരിൽ നിന്നും ഒരു സ്പേസ് എപ്പോഴും കീപ്പ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടില്ല എങ്കിൽ ഒരു കുറച്ചൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ബൗണ്ടറി എത്രയാണെന്നുള്ളത്. അതായത് ഇപ്പൊ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവരോട് സംസാരത്തിൽ നമ്മൾ ക്ലോസ് ആവുന്ന സമയത്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് സംസാരിക്കുക. ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ച് അവരുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് അവരോട് സംസാരിക്കാനായിട്ട് പോവരുത്. കാരണം അത് അവരിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ നിങ്ങളിൽ ഉണ്ടാക്കാൻ കാരണമാകും. അതുപോലെ തന്നെ നിങ്ങൾ അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം അവരോട് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ കാര്യം, ബി ജെന്യുവിൻ. ജെന്യുവിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആളുകളും ചെയ്യാറുണ്ട്, ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫേക്ക് ആയിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേഴ്സണെ ഇഷ്ടമാണ്, ആ ഒരു പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം അവരുടെ ബ്യൂട്ടി ആണെന്ന് വിചാരിക്കുക. ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷന്റെ പുറത്താണ് അവരെ നിങ്ങൾ സ്നേഹിക്കുന്നത്. അപ്പം ആ ഒരു പേഴ്സണോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു എന്താ പറയാ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വേറൊരു രീതിയിലാണ്. അതായത് നമ്മളുടെ ക്യാരക്ടർ അല്ലാത്ത ഒരു എക്സ്പെക്ടേഷൻ ആണ് അവർക്ക് അവരുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇവരെ ഒന്ന് നമ്മളിലേക്ക് അടുക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മളോട് റിലേഷൻഷിപ്പിലേക്ക് കടന്ന് നമ്മളോട് ഇഷ്ടമാണെന്ന് പറയുന്നവരെ അവർക്ക് വേണ്ട ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറും. പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അവർക്ക് വേണ്ട പോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മളുടേതെന്ന് നമ്മൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേക്ക് ചെയ്ത് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മുഖം മൂടി ഇട്ടിട്ട് നിൽക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്കിപ്പോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം നമുക്ക് ഇങ്ങനെ ഫേക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാൻ കഴിയും. 6 മാസം മാക്സിമം ആണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തനി സ്വഭാവം, അതായത് നമ്മളുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തു വരാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് നമ്മളുടെ പാർട്ട്ണർ ആയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ. അപ്പൊ ഈ ഒരാൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുദ്ദേശിച്ച ഒരു എന്താ പറയാ ക്യാരക്ടർ അല്ല നമ്മളുടേത്. അല്ലെങ്കിൽ അവർ പറയാൻ തുടങ്ങും, നീ ആദ്യം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ നിന്റെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വന്നേന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫേക്ക് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു കാര്യത്തിൽ വെച്ച് മാത്രം ഒരാളെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് ചൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ അതും നോക്കാം, പക്ഷെ അവരുടെ ക്യാരക്ടറും കൂടെ കൺസിഡർ ചെയ്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കണം അവരോട് കാണിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇയാൾ ജെന്യുവൻ ആണല്ലോ, അയാളുടെ കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണല്ലോ കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരാളെ എന്താ പറയാ സൈക്കോളജിക്കൽ ട്രിക്ക് യൂസ് ചെയ്ത് നമ്മളിലേക്ക് അടുപ്പിച്ചെടുക്കാം, അട്രാക്ട് ചെയ്തെടുക്കാം, ഇങ്ങനത്തെ രീതിയിലുള്ള പോയിന്റ്സോ അല്ലെങ്കിൽ ടിപ്സോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് നോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് നമ്മളെ സ്നേഹിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് ഒരു അട്രാക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന, സൈനിങ് ഓഫ്.